ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഈ ഒരു വീഡിയോ നമ്മളെ ട്രിപ്പിൻ്റെ 4ാമത്തെ ദിവസമാണ് കേട്ടോ. നമ്മൾ രാവിലെ തന്നെ ടിബ്ലിസിന്ന് സ്റ്റാർട്ട് ചെയ്തു. നല്ല ഭംഗിയുണ്ടായിരുന്നു. പോണ വഴിക്ക് രണ്ട് ഭാഗത്തും നല്ല വൈറ്റ് കളർ പൂക്കളൊക്കെ ആയിട്ട് ഒരു കുഞ്ഞു കുഞ്ഞു പൂക്കളം, നല്ല ഭംഗിയുണ്ട് കാണാൻ. കുറച്ചുകൂടെ മുന്നോട്ട് പോയപ്പം റോഡിൻ്റെ രണ്ട് ഭാഗത്തുമായിട്ട് കുറേ ആപ്പിൾ തോട്ടങ്ങൾ. സ്പ്രിങ് ആയതുകൊണ്ട് നല്ല പൂക്കളുണ്ട്. ആ പൂക്കളിങ്ങനെ ആ ട്രീയിൽ കാണാൻ എന്ത് ഭംഗിയായിരുന്നു അറിയോ. ഒരുപാട് ഏരിയ നിറയെ ആപ്പിൾ ട്രീസ് ആയിരുന്നു. അതിലൊക്കെ ഇങ്ങനെ കുഞ്ഞു കുഞ്ഞു വൈറ്റ് പൂക്കൾ, പിന്നെ പിങ്ക് പൂക്കളായിട്ട് വേറെ കുറേ ട്രീസ്. നല്ല ഭംഗിയുണ്ട് ആ ഒരു കാഴ്ചയാണ്. അങ്ങനെ പൂക്കളൊക്കെ കണ്ട് നമ്മൾ ഗോരി എന്ന് പറഞ്ഞ ഒരു ടൗണിലേക്കാണ് പോകുന്നത്. സെപ്റ്റംബർ മന്ത് ആകുമ്പോഴേക്കും നമ്മൾ ഈ കാണുന്ന ട്രീസിലൊക്കെ ആപ്പിളൊക്കെ വന്നിട്ട് അത് വിളവെടുക്കുന്ന സമയമായി ഉണ്ടാവും. ആ ഒരു സമയത്തൊന്ന് ആലോചിച്ച് നോക്കൂ, എന്ത് ഭംഗിയായിരിക്കും അല്ലേ. ഈ പൂക്കൾ മാത്രമായിട്ട് തന്നെ കാണാൻ ഭയങ്കര ഭംഗി. അപ്പോൾ ഈ റെഡ് ആപ്പിളൊക്കെ ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്നത് കാണാൻ എന്ത് രസമായിരിക്കും. ഇതെല്ലാം നമ്മൾ ഗോരി എന്ന് പറഞ്ഞ സ്ഥലത്തേക്ക് പോകുന്ന വഴിയിലെ കാഴ്ചകളാണ്. അങ്ങനെ നമ്മൾ പോയി ഗോരി എത്തി. ഇതാണ് ഗോരി ടൗൺ. ഈ ഒരു ടൗൺ നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ടുള്ള ടൗണാണ്. രണ്ട് സൈഡിലുമായിട്ട് നല്ല മരങ്ങളൊക്കെ ആയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു. ജോർജിയയിലെ തന്നെ അത്യാവശ്യം ഫേമസ് ആയിട്ടുള്ള ഒരു ടൗണാണ് ഗോരി. സോവിയറ്റ് യൂണിയൻ ലീഡറായിരുന്ന ജോസഫ് സ്റ്റാലിൻ്റെ ജന്മദേശം കൂടിയാണിത്. ടിബ്ലിസിയിൽ നിന്ന് ഏകദേശം 86 കിലോമീറ്റേഴ്സൊക്കെ ഡ്രൈവ് ഇങ്ങോട്ടേക്കുണ്ട്. ഇനി ഞാൻ സ്റ്റാലിൻ ജനിച്ച വീട് കാണിച്ചു തരാം. ഗോരി എന്ന ടൗണിൻ്റെ ഏകദേശം സെൻട്രലായിട്ട് തന്നെയാണ് ഈ ഒരു വീട്. ഇതൊരു മ്യൂസിയത്തിൻ്റെ ഭാഗമാണ്. അദ്ദേഹം ജനിച്ചപ്പോഴുള്ള വീടാണ്. കുറച്ച് കാലപ്പഴക്കം ഉണ്ടാവും, അത് കാണാം. കുറച്ചൊരു പഴയ വീടാണ്, അണ്ടർഗ്രൗണ്ടൊക്കെ ആയിട്ട്. സ്റ്റാലിൻ പണ്ട് ട്രെയിനിൽ യാത്ര ചെയ്തിരുന്നപ്പോൾ ഉപയോഗിച്ച ബോഗി, അദ്ദേഹം ഈ ഒരു ബോഗിയിലാണ് ട്രാവൽ ചെയ്തിരുന്നത്. അതിവിടെ സൂക്ഷിച്ചു വെച്ചിട്ടുണ്ട്. കൂടെ സ്റ്റാലിൻ്റെ ഒരു പ്രതിമയുണ്ട് ഈ ഒരു പാർക്കിൽ. അങ്ങനെ സ്റ്റാലിൻ്റെ വീടും മ്യൂസിയവും പാർക്കൊക്കെ കണ്ടിട്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. ഇന്ന് ഞങ്ങൾ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത് മാർട്ടിവെല്ലി എന്ന ടൗണിലാണ്. അങ്ങോട്ട് പോകുന്ന വഴിയിൽ കുറച്ച് മെയിനായിട്ടുള്ള സ്ഥലങ്ങളാണ് ഞാൻ ഈ വീഡിയോയിൽ ഇനി കാണിക്കാൻ പോകുന്നത്. കഴിഞ്ഞ ദിവസം നമ്മൾ പോയത് ജോർജിയൻ്റെ ഈസ്റ്റേൺ പാർട്ടിലേക്കാണ്, പക്ഷേ ഇന്ന് നമ്മൾ വെസ്റ്റേൺ പാർട്ടിലേക്കാണ് പോകുന്നത്. ഈ ഒരു ഗോരി എന്ന് പറഞ്ഞ സിറ്റിയിൽ ഉപ്ലിക്കിസ്ത എന്ന് പറഞ്ഞ ഒരു കേവ് ടൗണും കൂടെ ഉണ്ട്. അത് അത്യാവശ്യം കാണേണ്ട ഒരു സ്ഥലമാണ്. പക്ഷേ ഇന്ന് നമ്മൾ കേവിൽ കയറുന്നില്ല. കേവിൽ നമ്മൾ തിരിച്ചു വരുന്ന വഴിക്കാണ് കയറുന്നത്. കേവിൽ ഏകദേശം ഒരു 2 മണിക്കൂറൊക്കെ നമുക്ക് അവിടെ സ്പെൻഡ് ചെയ്യേണ്ടി വരും. അത്രയും സമയം നമ്മൾ അവിടെ സ്പെൻഡ് ചെയ്താൽ നമ്മൾ ഇന്ന് രാത്രി സ്റ്റേയിലെത്തുമ്പം കുറേ ലേറ്റാവും. അപ്പം നെക്സ്റ്റ് നമ്മൾ പോകുന്നത് ബൊർജോമിയിലേക്കാണ്. അപ്പോൾ ഗോരി ടു ബൊർജോമിയിലെ കാഴ്ചകളാണ് ഇനി കാണാൻ പോകുന്നത്. നിങ്ങൾ ശ്രദ്ധിച്ചോ, കുറച്ച് മുന്നേ വരെ നമ്മൾ വന്ന വഴിയൊക്കെ പച്ചപ്പായിരുന്നു. ഇപ്പോൾ അതൊരു യെല്ലോയിഷ് കളറായി. ഓരോ സ്ഥലത്തെത്തുമ്പോൾ ഓരോ രീതിയിലാണ് ഭംഗി. ബൊർജോമിയിലേക്ക് പോകുന്ന ഈ ഒരു വഴിയിൽ സൈഡിലായിട്ട് ഒരു നദി ഒഴുകുന്നുണ്ട്. അത് ഏകദേശം റോഡിന് പാരലായിട്ട് നമ്മൾ ബൊർജോമി എത്തുന്നവരെ നമ്മുടെ കൂടെ തന്നെ ഉണ്ട് ഈ നദി. ഇന്നത്തെ ട്രിപ്പിൽ നമ്മൾ അത്യാവശ്യം ലോങ് ഡ്രൈവാണ് ചെയ്യുന്നത്. നേരത്തെ ടിബ്ലിസി ടു ഗോരി വരെ ഒരു 85 കിലോമീറ്റേഴ്സ് ഉണ്ടായിരുന്നു. ഇനിയിപ്പോൾ ഗോരി ടു ബർജോമിയും ഏകദേശം ആ ഒരു 85 കിലോമീറ്റേഴ്സ് തന്നെ ഉണ്ട്. ചുറ്റിനും നല്ല കാഴ്ചകളായതുകൊണ്ട് നമുക്ക് ഡ്രൈവിംഗ് അങ്ങനെ മടുക്കില്ല. നമുക്ക് കണ്ട് ഇങ്ങനെ പോകാൻ നല്ല രസമാണ്. പോകുന്ന വഴിയിൽ റോഡിൻ്റെ 2 ഭാഗത്തായിട്ടും കുറേ ബ്രെഡ് ഹൗസ് ഉണ്ട്. ബ്രെഡാണ് ഇവരെ മെയിൻ ഫുഡ്. അതുകൊണ്ട് തന്നെ പോകുന്ന എല്ലാ വഴിയിലും ബ്രെഡ് ഹൗസ് ഉണ്ട്. ഇവർക്ക് വെറൈറ്റി ഓഫ് ബ്രെഡ് ഉണ്ട്. കുറേ പിക്ചർ കാണാം, പലതരത്തിലുള്ള പല ഷേപ്പിലുള്ള ബ്രെഡ്, കോൺ കൊണ്ടുണ്ടാക്കിയ ബ്രെഡ്. ഇതിൻ്റെ കൂടെ ബാർബിക്യൂ, പോർക്ക്, ഷീപ്പ്, ഇതൊക്കെ ഇങ്ങനെ റോഡ് സൈഡിലായിട്ട് അവർ ഗ്രില്ല് ചെയ്തിട്ട് ഇങ്ങനെ കൊടുക്കുന്നുണ്ട്. പെട്ടെന്നായിരുന്നു തൊട്ട് സൈഡിലൂടെ ഒരു ട്രെയിൻ വന്നത്. ഞങ്ങൾ ജോർജിയയിൽ വന്നിട്ട് ആദ്യമായിട്ടാണ് ട്രെയിൻ പോകുന്നത് കാണുന്നത്. നല്ല രസമുണ്ടായിരുന്നു ട്രെയിൻ ഇങ്ങനെ പോകുന്നത് കാണാൻ. ഈ ഒരു ട്രെയിന് ബൊർജോമിയിലേക്കാണ് പോകുന്നതെന്ന് തോന്നുന്നു. ഈ ഒരു സ്ഥലത്തിലൂടെയുള്ള ട്രെയിൻ യാത്രയും നല്ല രസമായിരിക്കും. സൈഡിലൂടെ നദിയും പൂക്കളും കാഴ്ചകളൊക്കെ കണ്ടുപോകാൻ അടിപൊളിയായിരിക്കും. അങ്ങനെ ഞങ്ങൾ പോയി ബൊർജോമി എത്തി. ബൊർജോമി ആക്ച്വലി ഒരു മലേൻ്റെ താഴ്വാരത്തുള്ള ടൗണാണ്. ഇതിൻ്റെ മുകളിലേക്കൊക്കെ വലിയ മലയാണ്. ഇവിടെ നിന്ന് ഈ മലയൊക്കെ കയറിയിട്ട് പോകുമ്പോഴാണ് നമുക്ക് ബക്കുറിയാനി മൗണ്ടൻസ് കാണാൻ പറ്റുക. ഈ ബക്കുറിയാനി എന്നൊക്കെ വരുന്ന വെള്ളമാണ് തോന്നുന്നു. സൈഡിൽ കൂടെ ഒരു നദി ഒഴുകുന്നുണ്ട്. ബൊർജോമിയിലെ ഒരു മെയിൻ അട്രാക്ഷനാണ് ഇവിടുത്തെ സെൻട്രൽ പാർക്ക്. ഇതൊരു വലിയ പാർക്കാണ്. കുറച്ച് ഏരിയോളം നീണ്ടു കിടക്കുന്ന പാർക്കാണ്. ഈ ഒരു മൗണ്ടൈൻ്റെ താഴെയാണ് ഈ ഒരു പാർക്ക്. ഈ ഒരു പാർക്കിൻ്റെ സൈഡിലായിട്ട് കേബിൾ കാർ ഉണ്ട്. ഈ മൗണ്ടൈൻ്റെ മുകളിലേക്ക് നമുക്ക് ഈ കേബിൾ കാറിൽ പോവാം. താഴത്തെ വ്യൂ ഒക്കെ കണ്ട് ഇങ്ങനെ പോകാൻ നല്ല രസമായിരിക്കും. ഞങ്ങളിവിടെ കേബിൾ കാർ കയറിയില്ല. നമ്മൾ ഓൾറെഡി ടിബ്ലിസി അവിടെയൊക്കെ കേബിൾ കാർ കയറി ഞങ്ങൾ മടുത്തുണ്ടായിരുന്നു കേബിൾ കാർ.
പിന്നെ കുട്ടികൾക്കും ഇത് നല്ലൊരു ഏരിയ ആണ്. കുറേ കുട്ടികൾക്ക് കളിക്കാൻ പറ്റിയ ഏരിയ ആണ് ഇവിടെ. കുറേ ആക്ടിവിറ്റീസ് ഉണ്ട്, സ്ലൈഡ് ഉണ്ട്. അപ്പോൾ അവരെയും കൊണ്ട് വന്നാലും അവർക്കൊക്കെ നന്നായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റുന്ന ഒരു പാർക്കാണിത്. ഈ ഒരു നദിയിലൂടെ നല്ല ഫോഴ്സിലാണ് വെള്ളം പോകുന്നത്. കുറേ വേറെ രാജ്യക്കാരൊക്കെ വന്ന് അവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നുണ്ട്. അവിടെ ആ കാണുന്ന മലമുകളിലേക്കാണ് താഴേന്ന് കേബിൾ കാറൊക്കെ പോകുന്നത്. ഈ ഒരു പാർക്കിൽ തന്നെയാണ് സൾഫർ വാട്ടർ. ഇവിടെ വരുന്നവരൊക്കെ ഈ സൾഫർ വാട്ടർ ടേസ്റ്റ് ചെയ്യുന്നുണ്ട്. ഞാനും പോയി ടേസ്റ്റ് ചെയ്തു, പക്ഷെ നമുക്കങ്ങനെ ഇഷ്ടപ്പെട്ടില്ല. അതുമാത്രമല്ല ഈ ഒരു വെള്ളത്തിന് കുറച്ച് ചൂടുണ്ട്. ഇത് ഏതൊരു തണുപ്പത്തും ഇതിങ്ങനെ ചൂടായിട്ടിരിക്കും. ബൊർജോമി എന്ന ഈ ഒരു സ്ഥലത്തിൻ്റെ വേറൊരു മെയിൻ അട്രാക്ഷൻ എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ സ്പ്രിംഗ് മിനറൽ വാട്ടറാണ്. ഇതാണ് ഇവരുടെ മെയിൻ സോഴ്സ് ഓഫ് ഇൻകം. ഈ ഒരു മിനറൽ വാട്ടറിൻ്റെ ബ്രാൻഡിൻ്റെ പേരും ബൊർജോമി എന്ന് തന്നെയാണ്. ഈ പാർക്കിലാണെങ്കിൽ നമുക്ക് ഷോപ്പിംഗ് ഒക്കെ ചെയ്യാനുള്ള കുറേ കടകളുണ്ട്, കുട്ടി കുട്ടി കടകളുണ്ട്. സൊവനീർസിൻ്റെ, ടോയ്സ്, പിന്നെ കുറേ കഫേസ് ഉണ്ട്. ഈ കാണുന്ന പ്രോമിത്യസിൻ്റെ പ്രതിമയും ആ മുകളിൽ നിന്ന് വരുന്ന വെള്ളച്ചാട്ടമാണ് ഈ ഒരു പാർക്കിൻ്റെ വേറൊരു മെയിൻ അട്രാക്ഷൻ. അങ്ങനെ ഞങ്ങൾ ബൊർജോമി സെൻട്രൽ പാർക്കിൽ നിന്ന് ഇറങ്ങി. ആ ബൊർജോമി തന്നെയുള്ള ഒരു മൊണാസ്ട്രി ഉണ്ട്, ഒരു കുട്ടി മൊണാസ്ട്രി. അവിടേക്ക് പോയി. നല്ല രസമുണ്ടായിരുന്നു. അവിടെ ചുറ്റും പൈൻ മരങ്ങളൊക്കെ ആയിട്ട്. ഈ ഒരു ലൊക്കേഷൻ നമ്മളെ മണാലിയിലെ ഹഡിംബ ടെമ്പിൾ ഇല്ലേ, അതിൻ്റെ ആ ഒരു ലൊക്കേഷനുമായിട്ട് ഏകദേശം എനിക്ക് സാമ്യം തോന്നി. അതുപോലെ തന്നെ ഉണ്ടായിരുന്നു, ചുറ്റും ഗ്രീൻ പൈൻ മരങ്ങളൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. ബൊർജോമിന്ന് ടൂറുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞില്ല, ആ പാർക്കിൻ്റെ അടുത്തുനിന്ന് ജീപ്പിൽ ടൂറുണ്ട്. ഈ ഒരു സ്ഥലം ഓഫ് റോഡ് സ്ഥലങ്ങളൊക്കെ പോയി കാണാം. അങ്ങനെ വരികയാണെങ്കിൽ നമുക്ക് ഈ ഒരു മൊണാസ്ട്രീൻ്റെ താഴെ ഭാഗത്തായിട്ട് ഒരു നദി ഒഴുകുന്നുണ്ട്. അവിടേക്ക് നമ്മൾ ഈ ഓഫ് റോഡ് ജീപ്പിലാണ് പോവുക. അങ്ങനെ ബൊർജോമിയിലെ കാഴ്ചകളൊക്കെ കഴിഞ്ഞ് നമ്മളിനി മാർട്ടിവല്ലിക്കാണ് പോകുന്നത്. പോകുന്ന വഴിയിൽ കാണുന്ന ഒരു ചർച്ചാണ് കേട്ടോ അത്. എന്ത് ബ്യൂട്ടിഫുള്ളാണ് കാണാൻ. അതേപോലെ തന്നെ റോഡിൻ്റെ സൈഡിലായിട്ട് കുറേ പൈക്കൾ, ആടുകൾ, കുതിരകൾ, ഇതൊക്കെ ഇങ്ങനെ മേയുന്നുണ്ട്. പച്ചപ്പുല്ല്, നല്ല നല്ല സീനറി ആയിരുന്നു പോകുന്ന വഴിയിലൊക്കെ. ഇനി മാർട്ടിവല്ലിയിലെ ഒരു ഫേമസ് ആയിട്ടുള്ള ഒരു കേവിലേക്കാണ് നമ്മൾ പോകുന്നത്. ആ കേവ് കാണാൻ തന്നെ നല്ല രസമാണെന്ന് കേട്ടിട്ടുണ്ട്. നമുക്ക് പോയി നോക്കാം. പ്രോമിത്തസ് കേവ് എന്നാണ് ആ ഒരു കേവിൻ്റെ പേര്. അങ്ങോട്ടേക്ക് പോകുന്ന വഴിയൊക്കെ നല്ല ഗ്രീൻ കളറായിരുന്നു. കഴിഞ്ഞ ദിവസം നമ്മൾ ജോർജിയൻ്റെ ഈസ്റ്റേൺ ഭാഗമായ കക്കേത്തിയിലേക്കൊക്കെ പോയപ്പം അവിടുത്തെ മരങ്ങളൊക്കെ എന്ന് വെച്ചാൽ ഉണങ്ങിയിട്ട് ചില്ലകൾ മാത്രമായിട്ടായിരുന്നു കണ്ടത്. ഓരോ ഭാഗത്തും ഓരോ രീതിയിലാണ്. ബൊർജോമി ടു പ്രോമിത്തസ് കേവ് അറൗണ്ട് 144 കിലോമീറ്റേഴ്സ് ഉണ്ട്. ആദ്യം ഞങ്ങൾ പ്രോമിത്തസ് കേവിൽ ചെന്നിട്ട് അവിടുത്തെ ടൂറിനുള്ള ടിക്കറ്റ് എടുത്തു. ടിക്കറ്റ് നമുക്ക് ഇവിടെ വന്നിട്ട് എടുക്കാം, അല്ലെങ്കിൽ ഓൺലൈനായിട്ട് എടുക്കണമെങ്കിൽ അങ്ങനെ എടുക്കാം. 23 ലാറിയാണ് ഈ ഒരു ടിക്കറ്റ് പ്രൈസ്. പിന്നെ ഈ ഒരു കേവിൻ്റെ ഉള്ളിലൂടെ ഒരു നദി പോകുന്നുണ്ട്. ആ നദിയിലൂടെ നമുക്ക് ബോട്ടിങ് ചെയ്യാം. ആ ബോട്ടിങ് ചെയ്യുന്നതിന് എക്സ്ട്രാ ഒരു 17 ലാറി കൊടുക്കണം. നമ്മളൊരു ടീമായിട്ടാണ് ഈ ഗുഹയിലൂടെ ടൂറിന് കൊണ്ടുപോവുക. ഗൈഡ് വന്നാലുടനെ ടൂറ് തുടങ്ങും. ഒരു 1 അവർ നടക്കാനുണ്ട് നമുക്ക് ഈ ഒരു ഗുഹയിലൂടെ. ചില സ്ഥലത്ത് ഒരുപാട് സ്റ്റെപ്പ് കയറാനുണ്ട്, ചില സ്ഥലത്ത് കുറേ സ്റ്റെപ്പ് ഇറങ്ങാനുണ്ട്. മെയിനായിട്ട് ഈ ഗുഹയ്ക്ക് 22 ഹാളാണുള്ളത്. അതിൽ 6 ഹാള് മാത്രമേ പബ്ലിക്കിനായിട്ട് തുറന്നു കൊടുത്തിട്ടുള്ളൂ. അങ്ങനെ ഓരോ ഹാളിലെത്തുമ്പോഴും ഓരോ മ്യൂസിക് വരും. മ്യൂസിക്, ലൈറ്റ്, അങ്ങനെ നല്ല രസമാണ് കാണാൻ. ഗൈഡ് മുന്നിൽ നിന്നിട്ട് നമുക്കിങ്ങനെ ഈ ഗുഹേനെ പറ്റി നന്നായിട്ട് എക്സ്പ്ലെയിൻ ചെയ്ത് തരുന്നുണ്ട്. ഈ ഒരു ഗുഹേൻ്റെ ചില ഭാഗങ്ങളിൽ ഓക്സിജൻ 20% ഉള്ളൂ. അതുകൊണ്ട് എന്തെങ്കിലും വയ്യായിക വരികയാണെങ്കിൽ ഇൻഫോം ചെയ്യാൻ അവർ നേരത്തെ പറയുന്നുണ്ട്. ഈ ഒരു കേവ് കണ്ടുപിടിച്ചത് 1984 ജംബർ ജിഷ്കാരിയാനി എന്ന് പറഞ്ഞ ഒരാളാണ് ഈ ഒരു കേവ് കണ്ടുപിടിച്ചത്. സാൾട്ടൂബോ മുനിസിപ്പാലിറ്റിയിൽ കുസ്താവി എന്ന സ്ഥലത്താണ് ഈ ഒരു കേവ് സ്ഥിതി ചെയ്യുന്നത്. ഈ കാണുന്ന രൂപങ്ങളൊക്കെ ഗ്രൗണ്ട് വാട്ടർ ഇങ്ങനെ ഉറ്റുറ്റു വീഴുമ്പോൾ അതിൽ സോൾട്ട്, ക്രിസ്റ്റൽസ്, മിനറൽസ്, മാംഗനീസ് തുടങ്ങിയ പല മിനറൽസ് കൂടി ചേർന്നിട്ട് ഫോം ചെയ്തതാണ് ഈ കാണുന്നതൊക്കെ. ഓരോ ഹാളിലെത്തുമ്പോഴും ഗ്രീൻ, റെഡ്, ബ്ലൂ അങ്ങനെ കുറേ ലൈറ്റ്സൊക്കെ വന്നിട്ട് മ്യൂസിക്കൊക്കെ ആയിട്ട് നല്ല രസമുണ്ട്. നേരത്തെ പറഞ്ഞ ഈ ഗ്രൗണ്ട് വാട്ടറിൽ നിന്ന് ഫോം ചെയ്തിട്ടുണ്ടായിരുന്ന ഈ ഒരു സ്ട്രക്ചർ മേലെ നിന്ന് താഴോട്ട് ഫോം ചെയ്യുന്നതിനെ സ്റ്റാലക്സൈറ്റ് എന്നും, എന്നാൽ താഴെ നിന്ന് മുകളിലേക്ക് ഫോം ചെയ്യുന്നതിനെ സ്റ്റാലക്മൈറ്റ് എന്നും, 2 ഭാഗത്തു നിന്നും വളർന്ന് കൂട്ടി മുട്ടിയിട്ടുള്ളതിനെ കോളം എന്നാണ് പറയുക. അതുപോലെ ഏറ്റവും വിസ്മയിപ്പിക്കുന്ന ഒരു കാര്യം, ഈ ഒരു സാധനം 1 സെൻറ്റിമീറ്റർ വളരാൻ 100 വർഷം എടുക്കുമെന്നാണ് ഇവർ പറയുന്നത്.
ഈ കാണുന്ന ഈ ബ്ലാക്ക് കളറൊക്കെ മഗ്നീഷ്യമാണ്. ഈ ഒരു കേവിൻ്റെ പല ഭാഗങ്ങളും 25 മില്യൺ, ചില ഭാഗം 70 മില്യൺ വർഷങ്ങൾക്കൊക്കെ മുന്നേ ഉണ്ടായതാണ് ഇവർ പറയുന്നത്. ഈ ഒരു കേവിൻ്റെ ഉള്ളിലൂടെ ഒരു റിവർ പോകുന്നുണ്ടെന്ന് ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആ റിവറാണിത്. ഈ ഒരു റിവറിലൂടെ ബോട്ടിങ്ങും കൂടെ കഴിഞ്ഞിട്ടാണ് നമ്മൾ പോകുന്നത്. അത്യാവശ്യം സേഫ്റ്റിക്കുള്ള സാധനങ്ങളൊക്കെ അവർ അതിൽ വെച്ചിട്ടുണ്ട്. ഇതൊരു അടിപൊളി അനുഭവമായിരുന്നു ഇതിൻ്റെ ഉള്ളിൽ കൂടെ പോകുന്നത്. കേവിൻ്റെ ടൂറ് കഴിയുന്ന സ്ഥലത്തു നിന്നാണ് ഈ ഒരു ബോട്ട് റൈഡ് തുടങ്ങുന്നത്. ബോട്ടിങ് ഇഷ്ടമല്ലെങ്കിൽ കേവ് ടൂർ അവസാനിക്കുന്നിടത്ത് തന്നെ എക്സിറ്റ് ഉണ്ട്, നമുക്ക് പുറത്തേക്ക് പോവാം. നമ്മൾ നടന്ന കേവിൻ്റെ ഉള്ളിൽ കൂടെ കുറച്ച് ദൂരം വന്നുകൊണ്ട് തിരിച്ചു പോകാനും നമുക്ക് ബസ് വരും. അതിൽ കയറിയിരുന്നാൽ ടൂർ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്ത് അവരിറക്കിത്തരും. ഈ ഒരു ബോട്ട് റൈഡ് ഭയങ്കര ഒരു എക്സ്പീരിയൻസ് തന്നെയായിരുന്നു. ചില സ്ഥലത്ത് ലൈറ്റൊന്നും ഇല്ല, അപ്പോൾ നമുക്ക് ചെറുതായിട്ട് പേടിയാവും. ചിലപ്പോൾ തോന്നും തലയിപ്പോൾ അവിടെ ഇടിക്കുന്നു. അങ്ങനെ നമ്മൾ കേവിൻ്റെ ഉള്ളിൽ നിന്ന് പുറത്തേക്ക് എത്തി. ഈ ഒരു ബോട്ടിങ് കഴിയുന്ന സ്ഥലത്ത് നമ്മൾക്ക് വേണ്ടിയിട്ട് ബസ് വെയിറ്റ് ചെയ്യുന്നുണ്ട്. ടൂർ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് നമ്മൾ ഈ ബസ്സിലാണ് പോവുക. അങ്ങനെ ബോട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ ബസ്സിൽ കയറി നമ്മൾ സ്റ്റാർട്ട് ചെയ്ത സ്ഥലത്തേക്ക് തന്നെ പോയി. അവിടെയാണല്ലോ നമ്മളുടെ കാറൊക്കെ പാർക്ക് ചെയ്തിരിക്കുന്നത്. ഇന്ന് കുറച്ച് ലോങ് ഡ്രൈവ് ചെയ്തുകൊണ്ട് ഇന്നത്തെ ടൂർ നമ്മളിവിടെ സ്റ്റോപ്പ് ചെയ്തു. ഇനി നമ്മൾ പോകുന്നത് ഇന്ന് നമ്മൾ ബുക്ക് ചെയ്ത സ്റ്റേയിലേക്കാണ്. നമ്മൾ ബുക്ക് ചെയ്ത സ്റ്റേയിലേക്ക് ഇവിടെ നിന്ന് ഒരു 38 കിലോമീറ്റേഴ്സ് ഡ്രൈവ് ഉണ്ട്. മാർട്ടിവെല്ലി ടൗണിൽ നിന്ന് കുറച്ച് നേരം ഡ്രൈവ് ചെയ്താൽ നമ്മൾ ബുക്ക് ചെയ്തിരിക്കുന്ന ടൈനി ഹൗസ് എന്ന് പറഞ്ഞിട്ട് സ്റ്റേ എത്തും. ഞാൻ ഇതേവരെ നിന്നതിൽ വെച്ച് ഏറ്റവും എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സ്റ്റേ ആയിരുന്നത്. ഇതാണ് നമ്മളുടെ ടൈനി ഹൗസ്. ഒരുപാട് ട്രീസും ഗാർഡനും ഫ്ലവേഴ്സും ഒരു പച്ചപ്പൊക്കെ ആയിട്ട് നല്ല ഒരു സ്ഥലമായിരുന്നു അത്. ഒരു 6:30 ഒക്കെ ആയിട്ടുണ്ടാവും ഈ ഒരു സമയം. പുറത്ത് സെപ്പറേറ്റ് ആയിട്ട് ഈ കാണുന്നതാണ് ഇവരുടെ കിച്ചൺ. നമുക്ക് എന്ത് വേണമെങ്കിലും അവിടെ കുക്ക് ചെയ്ത് കഴിക്കാം. കുറേ വൈറ്റ് കളർ കുഞ്ഞി പൂക്കളൊക്കെ ആയിട്ട് ഗാർഡൻ കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. കുറച്ചവിടെ റെസ്റ്റ് എടുത്തതിന് ശേഷം മാർട്ടിവെല്ലി ടൗണൊക്കെ ഒന്ന് പോയി ചുറ്റി കണ്ടു. നെക്സ്റ്റ് ഡേ ബ്രേക്ക്ഫാസ്റ്റ് കുക്ക് ചെയ്യാനുള്ള കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. മാർട്ടിവെല്ലി ടൗണിൽ തന്നെ ഒരു റെസ്റ്റോറൻറ്റ് കണ്ടു. അവിടെ നിന്ന് ഫുഡൊക്കെ കഴിച്ച് ടൈനി ഹൗസിലേക്ക് തന്നെ പോയി. 7:30 ഒക്കെ ആയപ്പോഴായിരുന്നു സൺസെറ്റ്. അങ്ങനെ സൺസെറ്റൊക്കെ കണ്ട് ട്രിപ്പിൻ്റെ 4th ഡേ നമ്മളിവിടെ അവസാനിപ്പിച്ചു.